എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ നിരന്തരമായിട്ട് ആഹാരം കഴിച്ച് അവന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ട് അവന്റെ പവർ ഒക്കെ കൺട്രോൾ ചെയ്ത് ലൂഫിയെ സേഫ് ആക്കി മുകളിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് റോബിൻ അവള് ആ ഒരു വില്ലത്തിയെ പുറഞ്ച് അടിച്ച് അവളെ കൊന്നു തള്ളിയിരിക്കുകയാണ്. അതിനുശേഷം പവർ മുഴുവൻ ഡ്രെയിനായി ബ്രൂക്കിന്റെ അടുത്തേക്ക് വീഴും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ സൈബോർക്ക് ഇതാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ CP9 ടീംസിനെ കറക്റ്റായിട്ട് അറിയിക്കുകയാണ്. അവർക്കാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവർക്കൊന്നറിയാം, അവർക്കും ആവശ്യം റോബിനെയാണ്. സോ റോബിനെ അവർ നൈസായിട്ട് ഒന്ന് നോട്ട വിട്ട് വെക്കും. ഇപ്പൊ ആക്ച്വലി എല്ലാവരുടെ എക്സ്പെക്ടേഷനും ഗസ്സും എല്ലാം തന്നെ ഇമേൽ മറിഞ്ഞിരിക്കുകയാണ്. ആ വില്ലന്മാരുടെ ടീമാണ് ഫസ്റ്റ് ഈ ഒരു ഫൈറ്റിൽ ജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ആ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ഓൾറെഡി വില്ലന്മാരുടെ സൈഡിലുണ്ടായിരുന്ന ഒരുപാട് പേരെ നമ്മുടെ ആൾക്കാരുടെ സൈഡിലേക്ക് കൺവേർട്ട് ചെയ്തു. മാത്രമല്ല വില്ലന്മാരെ നമ്മുടെ ആൾക്കാർ ഈസി ആയിട്ട് തല്ലിക്കൊന്നിരിക്കുകയാണ്. സോ ഇപ്പൊ വിജയ സാധ്യത കൂടുതൽ നമ്മുടെ ആൾക്കാരുടെ പക്കലാണ്. അവരാണെങ്കിൽ അതങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താണ് അവസാനം സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കും. അതേസമയം ഇവിടെ ഉർഗഷിമ അതാണെങ്കിൽ മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് ഫ്ലവർ ക്യാപിറ്റലിന്റെ ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ആ ഫ്ലവർ ക്യാപിറ്റൽ അത് മുഴുവനായിട്ട് നശിക്കും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി ആണെങ്കിൽ നിരന്തരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. കഴിച്ചു തീർത്ത ഫുഡിന്റെ വേസ്റ്റും എല്ലുകളും അതെല്ലാം ഒരു ഭാഗത്ത് അങ്ങനെ കൂമ്പാരായിട്ട് കൂട്ടിരിക്കുകയാണ്. ഭാരമായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. അവർ ഒരു മാസത്തേക്ക് കഴിക്കാൻ വെച്ച ഭക്ഷണം അത് നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ലൂഫി അകത്താക്കി. ലൂഫി ആണെങ്കിൽ പതിയെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവന്റെ ആ ജൈന്റ് ബോഡിയൊക്കെ കണ്ട് എല്ലാവരും അമ്പരം നിൽക്കും. കൂടുതൽ അളവ് ഫുഡ് കഴിച്ചതുകൊണ്ടാണ് നിന്റെ ബോഡി ഇങ്ങനെ വീർത്തു പോയത്. ഈ ഒരു അവസ്ഥയിൽ നീ എങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്ന് ചുറ്റുമുള്ളവർ ചോദിക്കും. ലൂഫി ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് ചിരിച്ച് ഒരേമ്പക്കം വിടുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് എയർ പുറത്തേക്ക് പോയി അവന്റെ ബോഡി നോർമലായി മാറും. ഇപ്പൊ നമ്മുടെ ലൂഫി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവന്റെ പവർ മുഴുവൻ റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി അവൻ കൈഡോട് ഫൈറ്റ് ചെയ്യാൻ 100% തയ്യാറാണ്. കട്ട് ചെയ്ത സെക്ഷന്റെ 3rd ഫ്ലോർ കാണിക്കും. അവിടെ റൈസോയും ഫുക്കറ കോജിയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. റൈസോ ആണെങ്കിൽ ആദ്യം അവനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൻ റൈസോ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ റൈസോ അവൻ ഞൊട്ടിയിടയിൽ ഒരുപാട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ആ വില്ലനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവനാണെങ്കിൽ അവന്റെ കാതിൽ നിന്ന് ബീഡ്സ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ക്ലൗൺസുകളെല്ലാം വെട്ടി വീഴ്ത്തും. അതിനുശേഷം ഓടനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് റിയൽ റൈസോ ദേഷ്യപ്പെട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യും. സോ ആ വില്ലന് മനസ്സിലാവും റിയൽ റൈസോ അതാരാണെന്ന്. സോ അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് റൈസോയെ അറ്റാക്ക് ചെയ്യുകയാണ്. റൈസോ ആണെങ്കിൽ അടിച്ചു പറയും, ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഓടന് വേണ്ടിയാണ്. ഓടൻ ക്രിയേറ്റ് ചെയ്ത ആ വാനോ കിങ്ഡം അത് ഞങ്ങൾ തിരികെ പിടിക്കും. ഓയോയെയും ഒറോച്ചയെ ഇല്ലാതാക്കി നേരം പുലരുമ്പോൾ ഈ ഒരു വാനോ കിങ്ഡം അത് മൊമന്റോസ്കിയുടേതാക്കി മാറ്റും. കട്ട് ചെയ്ത പെണ്ണാണെങ്കിൽ ഒരു 6 പാക്കാരനെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് കരയാണ്. അതാരാണെന്ന് കാണിക്കില്ല. അവനാണെങ്കിൽ അവളുടെ മുൻപിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കില്ലറും ആ കാട് വില്ലൻ ബേസിൽ ഹോക്കിൻസും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ആ കാട് വില്ലൻ കില്ലറിനോട് പറയും, നീ എന്നെ എത്രയൊക്കെ തവണ കൊന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുടെ ലൈഫുണ്ട്. അവരായിരിക്കും എനിക്ക് പകരം മരിക്കാന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവളാണെങ്കിൽ കൈ നീട്ടി യൂസ്ട്രസ് കിഡിനെ ഞട്ടിക്കുകയാണ്. അത് കണ്ട് ലോയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവൻ യൂസ്ട്രസ് കിഡിനോട് അല്പം മാറി നിൽക്കാൻ പറഞ്ഞ് എന്തോ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കില്ലറാണെങ്കിൽ ഇപ്പൊ കാട് വില്ലനെ അറ്റാക്ക് ചെയ്യും. അടുത്ത നിമിഷം അത് യൂസ്ട്രസ് കിഡിനെ ഏൽക്കുകയാണ്. സോ അതിനർത്ഥം അവന്റെ ലൈഫ് യൂസ്ട്രസ് കിഡിന്റെ ലൈഫ് അതിപ്പോ ആ വില്ലന്റെ കയ്യിലാണ്. യൂസ്ട്രസ് കിഡിനാണെങ്കിൽ അവൻ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. അതേസമയം ബിഗ് മോം അവളാണെങ്കിൽ ഇപ്പൊ യൂസ്ട്രസ് കിഡിന്റെ നേർക്ക് പവർ യൂസ് ചെയ്യാണ്. ലോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് കില്ലറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം കില്ലർ ആ കാട് വില്ലൻ ബേസിൽ ഹോക്കിൻസിനെ അറ്റാക്ക് ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് അത് യൂസ്ട്രസ് കിഡിനാവും ഉണ്ടാവുക. അവനാണെങ്കിൽ നിസ്സഹായനായി അങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ക്വീൻ അവനാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ഫുൾ പവർ അത് എന്റെ മുൻപിൽ കാണിക്ക്. നീ ആ വിൻസ്മോക്ക് ഫാമിലിയിലെ മെമ്പർ അല്ലേ? എനിക്കറിയാം നിന്റെ അടുത്ത് ഒരുപാട് ടെക്നിക്സും എബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. അതെനിക്ക് കാണണമെന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും സാഞ്ചി അറ്റാക്ക് ചെയ്യാണ്. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ഫാമിലിയെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ അതൊട്ടും ഇഷ്ടാവില്ല. സോ സാഞ്ചി ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ക്വീനെ തിരികെ തല്ലും. അപ്പൊ കിങ് ആണെങ്കിൽ മറ്റൊരു സൈഡിലൂടെ ഇപ്പൊ സാഞ്ചി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് സാഞ്ചി അവ മുകളിലേക്ക് എയർവാക്ക് ചെയ്തു പോയി കാലില് ഫയർ കൊണ്ടുവരാണ്. ഇതിനാണെങ്കിൽ വിളിച്ചു പറയും, വിൻസ്മോക്കിന്റെ മകനല്ലേ നീയുമായിട്ട് ഒരു നല്ല അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. കുട്ടിയിടയിൽ സാഞ്ചി ആണെങ്കിൽ കറങ്ങി വന്ന്
അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞടിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കും? ഞാൻ വിൻസ്മോക്കിന്റെ മകനല്ല, ആ ടീമിലെ ഒരു മെമ്പറാണ്. സോ എന്നെ അങ്ങനെ മാത്രമേ നീ വിളിക്കാനായിട്ട് പാടുള്ളൂ. കിങ് ആണെങ്കിൽ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ സാഞ്ചിയുടെ കാല് വെട്ടാൻ ശ്രമിക്കുകയാണ്. അതിൽ സാഞ്ചി അവനെ തട്ടിത്തെറിപ്പിച്ച് ക്വീന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. ഉടനെ കിങ് ആണെങ്കിൽ ഇപ്പൊ സാഞ്ചി ആഞ്ഞടിക്കുകയാണ്. അത് കണ്ട് ക്വീന്റെ കൺട്രോൾ പോവും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഓപ്പണന്റിനെ തല്ലും. ഇത് ഞാനും അവനും തമ്മിലുള്ള ഫൈറ്റാണ്. പക്ഷെ കിങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർക്കെതിരെ തിരിഞ്ഞ ഒരു വില്ലനെ അങ്ങനെ തൂക്കിയെടുത്ത് അവന്റെ തല അത് അവന്റെ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അങ്ങനെ പൊട്ടിച്ചു കളയാണ്. ഞങ്ങൾക്കെതിരെ തിരിയുന്ന എല്ലാവർക്കും ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ക്വീനാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ആവേശാവും. അവനാണെങ്കിൽ ലേസർ പവർ വെച്ച് അവർക്കെതിരെ തിരിഞ്ഞ ആ സോൾജിയേഴ്സിനെ എല്ലാവരെയും ചുട്ടുകൊല്ലും. അതുകൊണ്ട് അവരെല്ലാവരും മാർക്കോയെ നോക്കി വിളിച്ചു കരയാണ്. മാർക്കോ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ മറ്റൊരു ഫൈറ്റിലാണ്. കുറച്ച് സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയോട് വിളിച്ചപേക്ഷിക്കും. അവൻ ഓൾറെഡി കിങ്ങുമായിട്ടും ക്വീനുമായിട്ടും പോരാടുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഇപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. സാഞ്ചി ആണെങ്കിൽ സോറോയെ നോക്കും. അവൻ ഇപ്പോഴും വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ നിലവിളിച്ച് പറയും, ഒന്നുകിൽ നിങ്ങൾ അവന് ആ ക്വിക്ക് ഹീലിംഗ് മരുന്ന് അത് ഇഞ്ചെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവനുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഇനി ഇവിടെ നിന്നാ വില്ലന്മാർ നിങ്ങൾ ആരും തന്നെ ബാക്കി വെക്കില്ല. അതിന് ചോപ്പർ പറയും, ഓൾറെഡി ആ മെഡിസിൻ അവന് കൊടുത്തു കഴിഞ്ഞു. അത് വർക്കാവാൻ ഒരല്പസമയം ആവശ്യമാണ്. കിങ്ങിനാണെങ്കിൽ സാഞ്ചിയും സോറോയും അവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവരെ എയിം ചെയ്ത് അവന്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല അവന്റെ അസിസ്റ്റൻസിനെയും ഇപ്പൊ അവർക്ക് നേരെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ക്വീൻ. അവന്റെ ലക്ഷ്യം മാർക്കോ ആണ്. ഓൾറെഡി മാർക്കോയ്ക്ക് ഒരുപാട് പരുക്കൾ പറ്റി അവനൊരു ഭാഗത്ത് കിടക്കുകയാണ്. ക്വീൻ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ക്ലോസ് എത്തേണ്ട താമസം സാഞ്ചി ഇങ്ങനെ ചാടി വന്ന് കാലും അടക്കി ക്വീനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ എല്ലാവരെയും സേവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അത് വന്നിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് പരസ്പരവും അവനാണെങ്കിൽ സാഞ്ചിയെ കണ്ട് ദേഷ്യപ്പെടും. നുണുങ്ങു പയ്യനെ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും ഇതുവരെ തകർക്കാനായിട്ട് കഴിഞ്ഞില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇവന്റെ കഥ അത് ഞാൻ കഴിക്കും. അന്ന് മര്യാദയ്ക്ക് എന്റെ സിസ്റ്ററുമായിട്ടുള്ള മാരേജ് അത് കറക്റ്റായിട്ട് നടക്കുകയായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഇവനെ തല്ലിക്കൊന്നേനെ. ഓക്കെ, കുഴപ്പമില്ല, ഇതെന്റെ ചോയ്സാണ്, ഇതെന്റെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് പരസ്പരമാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ ലക്ഷ്യം വെച്ച് അങ്ങനെ പാഞ്ഞടുക്കും. പരസ്പരമാണെങ്കിൽ അമ്പ് എയിം ചെയ്യുന്നത് കണ്ട കാറ്റ് വൈപ്പർ അവനാണെങ്കിൽ വമ്പ സ്പീഡിൽ പാഞ്ഞടുക്കുകയാണ്. ഇവിടെ പരസ്പരോ ഉച്ചത്തിൽ വിളിച്ചു പറയും, നീ ശരിക്കും വിൻസ്മോക്ക് ഫാമിലിയിലെ ഒരു ദുരന്തമാണ്, ഒരു ഫെയിലിയർ, നിന്നെ കൊണ്ട് യാതൊരു യൂസും ഇല്ലെന്ന് പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം കാറ്റ് വൈപ്പർ ആളങ്ങനെ ചാടി വന്ന് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. മറ്റൊരു ഭാഗത്ത് ഒരുപാട് വില്ലന്മാര് ഇപ്പൊ സോറോയെ റൗണ്ട് ചെയ്യാൻ ഓടി അടുക്കുകയാണ്. ആദ്യം സാമുറൈസ് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വില്ലന്മാരുടെ എണ്ണം അത് ഒരുപാട് കൂടുതലാണെന്ന് മനസ്സിലാക്കിയ സാമുറൈസ് ഇപ്പൊ സോറോയെ പതിയെ എടുത്ത് ഉഷാറായിട്ട് ഓടുകയാണ്. ഉടനെ കിങ് ആണെങ്കിൽ അത് നോട്ടീസ് ചെയ്ത് അവരുടെ മുൻപിലേക്ക് വരികയാണ്. സാഞ്ചി ആണെങ്കിൽ വിളിച്ചു കാറും, സോറോ കണ്ണു തുറക്ക്, ആ കിങ് അവൻ നിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ആ സമയം സോറോ അവൻ വേദനയിൽ നിലവിളിക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.